ഹായ് ഗായ്സ്, ഓടി വാടാ കുട്ടാ. പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഔട്ട്ഫിറ്റ് ഹണ്ട് ഫോർ അമൽ ആൻഡ് ഓഫ് കോഴ്സ് ലിറ്റിൽ മോൾ ഫൺ ആൻഡ് ഫുൾ ഓൺ ഫുഡ് ക്രേവിംഗ് ഫിക്സ് ആണ്. വീക്കെൻഡ് ഒക്കെ അല്ലേ, അമല് കുറച്ച് ദിവസമായി നല്ല ഔട്ട്ഫിറ്റ്സ് വാങ്ങാൻ പോവാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു കുട്ടിയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാം. അങ്ങനെ ഞങ്ങൾ പോയത് മെർദിഫ് സിറ്റി സെന്ററിലേക്കായിരുന്നു. ലാസ്റ്റ് വീഡിയോയില് മോൾ ഇന്റീരിയേഴ്സ് ഒന്നും കാണിക്കാൻ പറ്റില്ല. അത് കോമ്പൻസേറ്റ് ചെയ്യാന്ന് വിചാരിച്ച് ഇന്നത്തെ വ്ലോഗ് ഫുൾ റോമിംഗ് മോഡിലാണ്. നൈജലിനെ പിക്ക് ചെയ്യാൻ പോവാന്നുള്ള കവർ സ്റ്റോറി ഇട്ട് ഞങ്ങൾ മോള് പറ്റുന്ന പോലെയൊക്കെ ചുറ്റിക്കറങ്ങി കാണായിരുന്നു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഷോട്ട്, കാരഫോ. അവിടെ ഫുൾ ക്രൗഡഡ് ആയിരുന്നു. സെയിൽസ്, പീപ്പിൾ, കാർഡ്സ്, കെയോസ്. ഞങ്ങളുടെ ഫുൾ ഫോക്കസ് അമലിന് ഔട്ട്ഫിറ്റ് വാങ്ങണം എന്ന് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറാണ്ട് നേരെ അബൌട്ട് ഓൺ എടുത്തു. സത്യം പറയുകയാണെങ്കിൽ മെർദിഫ് സിറ്റി സെന്റർ ഇസ് സൂപ്പർ നീറ്റ് ആൻഡ് ഹാസ് ഓൾ ബ്രാൻഡ്സ് അണ്ടർ വൺ റൂഫ്. പ്ലസ് സമ്മർ സെയിൽസ് വെയർ ഇൻ ഫുൾ സ്വിംഗ്. 30% തൊട്ട് 70% വരെ ഓഫർ ഉണ്ടായിരുന്നു ഒട്ടുമിക്ക എല്ലാ ഷോപ്സിലും. സെയിൽ ബോർഡ്സ് എവറിവെയർ. ടെംപ്റ്റിംഗ് ആൻഡ് ടെംപ്റ്റിംഗ്. ബട്ട് ഞങ്ങളുടെ വാലറ്റ് ഓൾറെഡി വാർണിംഗ് ലൈറ്റ് കത്തിയിട്ടുണ്ടായിരുന്നു. ദെൻ ടു സാറ. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സാറ സ്റ്റോർസ് ആയിരുന്നു ഞങ്ങൾ ഇവിടെ കണ്ടത്. സാറ ഹോംസും ഉണ്ടായിരുന്നു ഇവിടെ തന്നെ. ബട്ട് പ്രൈസ് ലെവൽസ് കണ്ടപ്പോ ഞങ്ങളുടെ എക്സൈറ്റ്മെന്റ് ലെവൽ സ്ലോലി ഒന്ന് ലോഗ് ഔട്ട് ആയി. പിന്നെ ഞങ്ങൾ കുറെ നടന്ന് മോള് നിറയെ നടന്നു. ആൻഡ് ദെൻ മാംഗോ. നല്ല അടിപൊളി ഔട്ട്ഫിറ്റ്സ് കിട്ടുന്ന അടിപൊളി ഒരു സ്റ്റോറാണ്. ഞാനിവിടെ ഓൾറെഡി നല്ല സ്ട്രെച്ചബിൾ പാൻസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരുപാട് മുന്നേ. അറൌണ്ട് 100 dirhams എന്തോ ആയിരുന്നു ഞാൻ അന്ന് വാങ്ങിയപ്പോ. അമല് കുറച്ച് ടോപ്സ് ഒക്കെ ട്രൈ ചെയ്തു, പുള്ളിക്കാരിക്ക് ഇഷ്ടമായി, അതൊക്കെ വാങ്ങി. ആൻഡ് കുറച്ച് പാൻസ് ഒക്കെ ട്രൈ ചെയ്തു. ബട്ട് ഭാഗ്യത്തിന് ഹർ പെർഫെക്റ്റ് ഡാൻസ് ഫിറ്റ് സൈസ് കിട്ടിയില്ല. മണി സേവ്ഡ് എന്ന് വിചാരിച്ചിരിക്കുമ്പോ ആണ് അവിടുത്തെ സ്റ്റാഫ് ചേച്ചി വേറെ ലെവലായിരുന്നു. അമൽ ഗോട്ട് സം ഹെൽപ്പ് ടു ഓർഡർ ഓൺലൈൻ റൈറ്റ് ദെയർ. അതിനുശേഷം ഞങ്ങൾ ഒരു നിമിഷം പോലും ആ മോളിൽ നിന്നില്ല. നേരെ ദുബായ് റോഡിലൂടെ നല്ല സൺസെറ്റ് ലൈറ്റിംഗ് ഒക്കെ കണ്ട്. അന്ന് ട്രാഫിക് വളരെ കുറവായിരുന്നു. അതുകൊണ്ടായിരിക്കാം നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു അന്ന് വൈകുന്നേരം. വ്ലോഗിന്റെ ലാസ്റ്റ് ബട്ട് ഗോൾ സ്പോട്ട് ആയ നല്ലൊരു റെസ്റ്റോറന്റ് തപ്പി പോകും വഴി ഞങ്ങളൊരു ഗോർജിയസ് വെഡിങ് ഹൗസ് കണ്ടിരുന്നു. സീരിയസ്ലി മൂവി ഷോട്ട് ടൈപ്പ് ആയിരുന്നു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വ്ലോഗ് വിളിക്കാത്ത കല്യാണം എന്നായാലോ? അങ്ങനെ നമ്മളെത്തി ദുബായ് എയർപോർട്ട് ഫ്രീ സോൺ മെട്രോ സ്റ്റേഷന്റെ അടുത്തുള്ള ടി ജംഗ്ഷൻ റെസ്റ്റോറന്റിലേക്ക്. ഇത് പറഞ്ഞേ പറ്റുള്ളൂ. സ്പെഷ്യൽ താങ്ക്സ് ടു ഷെഫിന്റെ മേൽനോട്ടക്കാർ, മാനേജർ ആൻഡ് ദി എൻടയർ സ്റ്റാഫ്സ്. അവരുടെ സർവീസ് ആൻഡ് ഫുഡ് വെർ ബോത്ത് മൈൻഡ് ബ്ലോയിങ്. അത് പറയാതെ വയ്യ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ആക്കിയത് വറുത്തരച്ച മഷ്റൂം കറി. നല്ല ഹോംലി ഫുഡ് കഴിച്ചൊരു ഫീൽ ആയിരുന്നു അത് കഴിച്ചപ്പോ. പിന്നെ സൂപ്പർ ക്രിസ്പി ഗോബി 65. ക്രിസ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ASMR ലെവൽ സാറ്റിസ്ഫൈങ് ആയിരുന്നു. അതിന്റെ കൂടെ ബ്രെഡ് ഓർഡർ ചെയ്തത് ഗാർലിക് നാനും തന്തൂരി റോട്ടിയായിരുന്നു. ഇതിന്റെ സ്റ്റാർ ഐറ്റം എന്ന് പറയാനായിട്ട് ചിക്കൻ ഇൻ ഹെവൻ. ഒരു മിക്സ്ഡ് ഫ്ലേവർ ആയിരുന്നു ഇതിന്. സ്റ്റാർട്ടേഴ്സ് ആയിട്ട് ചിക്കൻ മാഞ്ചോ സൂപ്പ്. അവര് സൂപ്പ് കഴിക്കുമ്പോഴത്തേക്ക് ഞാൻ വെള്ളവും സാലഡും കഴിച്ച് സമാധാനിച്ചു. ഞങ്ങൾ 3 പേരും ഇവിടെ ഫുഡ് നല്ല ആസ്വദിച്ച് കഴിച്ചു. മനസ്സും വയറും സെയിം ടൈം താങ്ക് യു പറയുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവൽ. ഇവിടെയാണ് വ്ലോഗിന്റെ ഹാപ്പി എൻഡിങ്. ഞങ്ങൾ മോളിൽ പോയി, സെയിൽ കണ്ടു, അമലിന്റെ ഔട്ട്ഫിറ്റ് ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു ആൻഡ് ഫുഡിന്റെ ഹെവൻലി ടച്ചും കിട്ടി. അപ്പോ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ. ആൻഡ് കമന്റ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. So see you all in the next vlog. Stay tuned and stay spicy. Bye.